അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഒരു ഈ ഗെയിമാണ്. ഇത് നമുക്ക് ബ്രെയിൻ നല്ലോണം യൂസ് ചെയ്യാനും പറ്റും, പിന്നെ നമുക്ക് തിങ്കിങ്ങും നല്ലോണം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ 4 കളേഴ്സ് ഉണ്ട്: ബ്ലൂ, യെല്ലോ, പിങ്ക്, ഗ്രീൻ. ഇതിൽ ഓരോ കോയിൻസ് ഞങ്ങൾ കളർഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്, പിന്നെ അതിൻ്റെ ഈ 4 കളറിൻ്റെ അനുസരിച്ചിട്ടും വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കളറ് നമ്മൾ ഈ കോയിൻ പോലെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഒരു പേപ്പർ കൊണ്ട്. എന്നിട്ട് നമുക്ക് ഇത് മാറ്റി മാറ്റി വെക്കണം, വെറുതെ എടുത്ത് വെക്കാൻ പറ്റില്ല. നമ്മൾ ഇത് അടുത്തുള്ളത് ഇങ്ങനെ മാറ്റി വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. അപ്പോൾ ഈ ഫസ്റ്റ് കളറ് ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം. എന്നിട്ട് ഇതും തമ്മിൽ ഇങ്ങനെ മാറ്റണം. എന്നിട്ട് ഇതും തമ്മിൽ ഇങ്ങനെ മാറ്റണം. ഇപ്പം ഇവിടെ എൻ്റെ ബ്ലൂ ശരിയായിട്ടുണ്ട്. ഇനി അടുത്ത കളറ് യെല്ലോ. യെല്ലോ ആണെങ്കിൽ ഗ്രീൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത്, പിങ്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ യെല്ലോ എത്തി. അപ്പോൾ എൻ്റെ ഫസ്റ്റ് റോ തീർന്നു. ഇനി എൻ്റെ സെക്കൻഡ് റോ ആണ്. അപ്പോൾ ബ്ലൂ ഞാൻ ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തു. യെല്ലോ ഇങ്ങോട്ട് മാറ്റണം. യെല്ലോയ്ക്ക് വേണ്ടി പിങ്ക് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുക, അത്രേ ഉള്ളൂ. ഫസ്റ്റ് ബ്ലൂ ആണ്, അപ്പോൾ ഇത് എക്സ്ചേഞ്ച് ചെയ്തു. എന്നിട്ട് ഇത് പിങ്ക്, എന്നിട്ട് ഇത് ഗ്രീൻ. അപ്പോൾ ഈ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം, ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യണം. അപ്പോൾ നമ്മുടെ 4th റോയും തീർന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് 4 റോ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 5th, 6th, 8th, 9th ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇത് കണ്ടോ, ഇത് മുഴുവനും പേപ്പറായിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതും പേപ്പറാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് ഇതൊന്ന് ഈ കോയിൻസ് പോലത്തെ സാധനങ്ങളൊക്കെ നമ്മൾക്ക് വേണമെങ്കിൽ ഇതെടുത്തിട്ട് പേപ്പർ കൊണ്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലൊക്കെ ചെയ്തിട്ട് ഇഷ്ടമുള്ള കളർ കൊണ്ട് സ്കെച്ച് കൊണ്ട് ചെയ്യാം. ഓക്കെ.